ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിലെ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ. ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാ വർഷവും ഞങ്ങൾ നടത്താറുള്ളതാണ്. അപ്പോൾ രാത്രിയാണ് കേട്ടോ നടത്തുന്നത്. ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൽ തന്നെ ഒരു അംഗത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇതിപ്പോൾ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് വികാരി അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. വലിയതായിട്ടൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള കുറച്ച് പരിപാടികൾ. നീണ്ട താടിയും ചുമന്ന നീണ്ട കുപ്പായവും തോളിൽ ഒരു സഞ്ചിയുമായി വരുന്നൊരു രൂപം. നമുക്കും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ സാന്റാക്ലോസിനെ ക്ഷണിക്കാം. അങ്ങനെ സാന്റാക്ലോസിൻ്റെ ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനെയും സിസ്റ്റേഴ്സിനെയൊക്കെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്രിസ്മസ് കേക്ക് കട്ടിങ് ആയിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ചെറിയൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു സ്കിറ്റാണ് കേട്ടോ. നമ്മുടെ പിള്ളേർ തന്നെ അവതരിപ്പിക്കുന്ന ചെറിയൊരു സ്കിറ്റാണ്. എന്തായാലും നമുക്കത് കാണാം. ജോലി തിരക്കായതുകൊണ്ടല്ലേ മോളെ? ശരി, ഇന്ന് ഏതായാലും ഒരു കഥ അമ്മ പറഞ്ഞു തരാം. എന്ത് കഥ കേൾക്കാനാ എന്റെ മോൾക്ക് ഇഷ്ടം? ശരി, എങ്കിൽ രാജാവിന്റെ കഥ തന്നെ പറഞ്ഞേക്കാം. പണ്ട് നസറത്ത് എന്ന നാട്ടിൽ അന്ന എന്നും യുവാക്യമെന്നും പേരുള്ള ഒരു വൃദ്ധ ദമ്പതികൾ ഉണ്ടായിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. ഒരുപാട് പ്രാർത്ഥനകൾക്കും നേർച്ചകൾക്കും ഒടുവിൽ ദൈവം അനുഗ്രഹിച്ച് ഒരു മകളെ നൽകി. അവൾക്ക് അവർ മറിയം എന്ന പേര് നൽകി. അന്നയും യുവാക്യമും അവരുടെ കുടുംബത്തിൽ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി കുഞ്ഞു മറിയത്തോടൊപ്പം സന്തോഷമായി ജീവിച്ചു പോന്നു. വർഷങ്ങൾക്കിപ്പുറം മറിയത്തിന് ഇന്ന് 3 വയസ്സ് തികഞ്ഞു. യഹൂദാചാരം അനുസരിച്ച് ദേവാലയ ശുശ്രൂഷയ്ക്കായി കുഞ്ഞു മറിയത്തെ അവർ ദേവാലയത്തിലേക്ക് സമർപ്പിച്ചു. ദേവാലയ അങ്കണത്തിൽ ഒരു മാടപ്രാവിനെ പോലെ മറിയം പറന്നു നടന്നു. അവിടുത്തെ വിശുദ്ധ സ്ത്രീകൾ അവളെ തുന്നൽ, നൂൽനൂൽപ്പ്, നെയ്ത്ത് തുടങ്ങിയവ പഠിപ്പിച്ചു. മാലാഖമാരോട് സംഭാഷിച്ചു. ദൈവിക ശ്രേഷ്ഠന്മാരിൽ നിന്ന് അരുളപ്പാടുകൾ സ്വീകരിച്ചു. വിശുദ്ധിയിൽ വളർന്നു വന്ന മറിയത്തിന് 12 വയസ്സാകുന്നതിനു മുൻപ് അവളുടെ മാതാപിതാക്കൾ മരണമടഞ്ഞു. മാതാപിതാക്കൾ ഇല്ലാത്തതിനാൽ കുഞ്ഞു മേരി കന്യാവ്രതത്തിന് സമർപ്പിക്കപ്പെടുകയും ദേവാലയത്തിലേക്ക് പരിപൂർണമായി ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഒരു ദിവസം മഹാപുരോഹിതനായ സഖറിയ ആരാധനാ വസ്ത്രങ്ങൾ ധരിച്ച് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് മറിയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബലിപീഠത്തിൽ നിന്ന് ഒരു അശരീരി കേട്ടു. കന്യകയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്യുവിൻ. നീ ഇസ്രായേലിലെ വിഭാര്യന്മാരായ പുരുഷന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തണം. അവർ ഓരോരുത്തരും അവനവന്റെ വടി നിന്റെ അടുക്കൽ വെക്കണം. ആരുടെ വടിയിൽ ദൈവം അടയാളം കാണിക്കുന്നുവോ ആ വടിയുടെ ഉടമസ്ഥന് കന്യകാമറിയത്തെ വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്ത് അവളെ അവന്റെ സംരക്ഷണയിലാക്കണം. ദൈവദൂതന്റെ അറിയിപ്പ് പ്രകാരം ഈ വിവരം യഹൂദദേശത്താകെ വിളംബരം ചെയ്തു. വിളംബരം അനുസരിച്ച് യഹൂദദേശത്തുള്ള വിഭാര്യന്മാരായ പുരുഷന്മാരെല്ലാവരും ദേവാലയത്തിൽ എത്തിച്ചേർന്നു. യുവാക്കളെല്ലാം പുരോഹിതന്റെ കയ്യിൽ വടികൾ ഏൽപ്പിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം പുരോഹിതൻ വടികൾ തിരിച്ചേൽപ്പിച്ചു.
ആ പുഷ്പിച്ചു നിൽക്കുന്ന വടി ആരുടേത്? ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യാക്കോബിന്റെ മകനും നീതിമാൻ എന്ന പേര് കേട്ടവനുമായ മരപ്പണിക്കാരൻ ജോസഫിന്റെ വടിയായിരുന്നു അത്. കർത്താവിന്റെ കന്യകയെ സ്വീകരിക്കുവാനുള്ള ഭാഗ്യം നിനക്കാണ് ലഭിച്ചിരിക്കുന്നത്. അവരുടെ സംരക്ഷണം നീ ഏറ്റെടുക്കുക. ദൈവഹിതം അങ്ങനെയെങ്കിൽ അവരുടെ സംരക്ഷകൻ എന്ന നിലയിൽ ഞാൻ മറിയത്തെ സ്വീകരിച്ചോളും. അങ്ങനെ ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. മറിയം, നിന്നെ ഞാൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് സ്വീകരിച്ചു. ഇപ്പോൾ നിന്നെ എന്റെ ഭവനത്തിലാക്കിയിട്ട് ഞാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പോകുന്നു. താമസിയാതെ ഞാൻ മടങ്ങിയെത്തും. അതുവരെ കർത്താവ് നിന്നെ സംരക്ഷിച്ചോളും. യഹൂദാചാരം അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഈ അനുഷ്ഠാനങ്ങൾ നടത്തിയും മറിയം ജീവിച്ചു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. തന്റെ ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവതി. അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാൽ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ജോസഫ് ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോട് കൂടെ പോയി. ഈ ദുർഘടമായ പാതയിലൂടെ നാം എങ്ങനെ എത്തും? അതും ഈ ഗർഭാവസ്ഥയും. ആശങ്ക വേണ്ട ജോസഫ്, ദൈവത്തിന്റെ പദ്ധതി നിറവേറുവാനായി വഴികൾ അവിടുന്ന് തന്നെ നമുക്ക് തുറന്നു തരും. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ ഇതാ, സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നമുക്ക് ബത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. യൂദയായിലെ ബത്ലഹേമെ അയക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉദ്ഭവിക്കുക എന്ന പ്രവാചക വചനം ഗ്രഹിച്ചുകൊണ്ട് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവനെ കാണുവാനായി പൗരസ്ത്യദേശത്ത് നിന്ന് ജ്ഞാനികളും യാത്ര തിരിച്ചിരുന്നു. അങ്ങ് കിഴക്ക് പൊൻപ്രഭയിൽ ജ്വലിച്ചു നിന്ന താരകം കാട്ടിയ വഴിയിലൂടെ അവർ നടന്നു. One seems to hear words of good cheer from everywhere, filling our hearts. They're told gaily, they ring while people sing songs of good cheer. Christmas is here. Day Merry, Merry, Merry Christmas. Day Merry, Merry, Merry. ബാഹ്യമായ ആകർഷകത്വങ്ങൾ ഒന്നുമില്ലാതെ ദാരിദ്ര്യത്തിന്റെയും ഒരു ചെറു കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിൽ മഹത്വത്തിന്റെ രാജാവ് മനുഷ്യനായി പിറന്നു. അന്നേ വരെ ചരിത്രം സാക്ഷിയായിട്ടില്ലാത്ത ഒരു രാജകീയ പിറവി. കഥ അവിടെ തുടങ്ങുകയായി. പിന്നീട് അങ്ങോട്ട്
ചരിത്രത്തെ തന്നെ രണ്ടായി മാറ്റിയ, സകല ലോകങ്ങളെയും ജനപദങ്ങളെയും രക്ഷിക്കാനായി വിണ്ണിൽ നിന്ന് മണ്ണിൽ ജനിച്ച ഒരു രാജാവിന്റെ കഥ. അങ്ങനെ ആ ഒരു ഉണ്ണിയേശുവിൻ്റെ ജനനത്തെ പറ്റിയിട്ടുള്ള ആ ഒരു സ്കിറ്റ് നല്ല അടിപൊളിയായിട്ട് അവർ അവതരിപ്പിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഡാൻസും പാട്ടും അങ്ങനെ കുറച്ച് പരിപാടികളാണ്. രണ്ട് മൂന്ന് ഡാൻസ് ഒരു പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തതായിട്ട് നമ്മുടെ ഗിഫ്റ്റ് കൈമാറലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പേപ്പറിൽ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടിട്ടുണ്ട്. എന്നിട്ട് സ്റ്റേജിൽ വെച്ച് തന്നെ അപ്പോൾ ആ ടൈമിൽ തന്നെ പേരെടുക്കുന്നു, ഗിഫ്റ്റ് ആർക്കാണ് കിട്ടിയത് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണ്. കതിരൊളി തങ്കം ചാത്തിയ അത്തുങ്കൾ തിരുനടയിൽ മകരം പെരുന്നാളിൻ ഓർമ്മയുമായി ഭക്തജനം വന്നിടുന്നു. തിങ്കൾ കതിരൊളി തങ്കം ചാത്തിയ അത്തുങ്കൾ തിരുനടയിൽ മകരം പെരുന്നാളിൻ ഓർമ്മയുമായി ഭക്തജനം വന്നിടുന്നു. ശരണം ശരണം വെളുത്തച്ഛ, ശരണം ശരണം വെളുത്തച്ഛ, ശരണം ശരണം വെളുത്തച്ഛ, ശരണം ശരണം വെളുത്തച്ഛ. തിങ്കൾ കതിരൊളി തങ്കം ചാത്തിയ അത്തുങ്കൾ തിരുനടയിൽ മകരം പെരുന്നാളിൻ ഓർമ്മയുമായി ഭക്തജനം വന്നിടുന്നു. തിങ്കൾ കതിരൊളി തങ്കം ചാത്തിയ അത്തുങ്കൾ തിരുനടയിൽ മകരം പെരുന്നാളിൻ ഓർമ്മയുമായി ഭക്തജനം. അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ തീർന്നു കേട്ടോ. നല്ല പരിപാടിയായിരുന്നു. എല്ലാവരും ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും സ്കിറ്റാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ കുറേ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഒരുപാട് ലെങ്ത് ആകുന്നത് കൊണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.